ഹലോ മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു സസ്പെൻസ് കൊടുക്കാൻ പോകേണ്ട പരിപാടിയാണ്. അപ്പം ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചില്ല, കൊടുത്തിട്ടുമില്ല. അപ്പോൾ രാവിലെ പറയുന്നുണ്ടായി ഇവിടെ കേക്ക് മേടിച്ചുകൂടെ തന്നെ. അപ്പോൾ നമ്മൾ കേക്കൊന്നും മേടിച്ചില്ല. അപ്പോൾ അമ്മ അറിയാണ്ട് ഇപ്പോൾ വീട് വന്നിട്ട് കേക്ക് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പം കേക്ക് സെറ്റാക്കുവാണ്. അല്ല മച്ചമാരേക്ക് നമ്മൾ കേക്കും കൊണ്ട് വീട്ടിലേക്ക് പോകണം. അപ്പം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അനിയൻ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നറിയാണ്ട് നല്ല കേക്ക് വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോകാം. ഓക്കെ. സർവസ്നേഹങ്ങളുടെ പിതാവേ, നാമോചിതമാണെന്ന് രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സർവ്വത്തിലെ പല ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റി ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയോ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തിൽപ്പെടുത്തരുത്. തിന്മയെല്ലാ ഉപകാരത്തിനും നീ എന്നോട് കാണിച്ച സ്നേഹത്തിൽ നിന്നോട് നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവിയുള്ള ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ പുത്രൻ പരിശുദ്ധാത്മാവഗർഭസ്ഥനായി കന്യകാമരത്ന പറഞ്ഞ് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്തിൽ പിഴ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്രോതസ്സിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും എതിർപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിന് ശരീരത്തിന്റെ ഉയർമാവിന് സ്തുതി ഇപ്പോഴും. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. എടുക്കെടുക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ വിചാരിച്ചാ കേക്ക് മേടിക്കും? ഇല്ല, പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചിട്ടില്ല. സസ്പെൻസ് ആക്കാൻ എങ്ങനെയുണ്ട് കേക്ക്? നല്ല തന്നെ. വിചാരിച്ചിട്ടല്ലേ? പിന്നെന്താ പറയുന്നത്? പിന്നെന്തുണ്ട്, കുറെ വർഷങ്ങൾ കൂടി തന്നിട്ടതിനകത്ത് നന്ദി പറയുന്നു ദൈവത്തിന്. പിന്നെ വേറെന്താ പറയുന്നത്? വേറെന്താ പറയുന്ന ഒന്നുമില്ലേ? രാവിലെ പറഞ്ഞേ കേക്ക് മേടിക്ക്. രാവിലെ വിചാരിച്ചു കേക്ക് മേടിക്കുന്നു. മേടിക്കുമെന്ന് ആരെങ്കിലും വിളിച്ചെടുത്തേന്ന്. ഇതുവരെ അല്ല, മരുവനും ചോദിച്ച് കേക്ക് മുറിച്ചിട്ടില്ലേ, മോള് ചോദിച്ച് കേക്ക് മുറിച്ചിട്ടില്ലേ, എല്ലാവരും ചോദിച്ചപ്പം ഒരു സങ്കടം ഉണ്ടായി. പിന്നെ സങ്കടം കഴിഞ്ഞു. സങ്കടം തീർന്നില്ലേ? അടിപൊളി. അച്ഛൻ വിചാരിച്ചാ സസ്പെൻസ് ആക്കി. ഞാൻ വിചാരിച്ച അച്ഛൻ പറയുന്ന ചോദിച്ചാണ്. കേക്ക് കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ, അപ്പം പറയുന്നത് ചോദിച്ചാണ്. നിങ്ങളിങ്ങനെ ആക്കുന്നതെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കേക്ക് പോയതറിയില്ല, വന്നതറിയില്ല. പിന്നെ കുട്ടൻ ബൈക്കിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബൈക്കോടെല്ലാക്കുന്നുണ്ട്. വേഗം സസ്പെൻസ് എന്തോ ഉണ്ടെന്നല്ലേ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ട മാറ്റാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. മേശപ്പെല്ലാം നിങ്ങൾ ചെയ്തത് നല്ല കാര്യത്തിന് നന്ദി പറയും.
കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ പറഞ്ഞു ഈ കേക്ക് മുറിക്കണം അങ്ങനെ ആക്കണം എന്ന്. അപ്പോൾ ഒരു സസ്പെൻസായിട്ട് ഞാൻ അത് ഒതുക്കി വെച്ചു. അപ്പോൾ അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേയിലും അടിപൊളിയാക്കി തീർന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.